തട്ട് കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഇത് എവിടെ കൊണ്ടുവയ്ക്കും? ഇവിടെ ഇരിക്കട്ടെ. ജയനെവിടെ? ഇവിടെ ഉണ്ട് മാഡം. ആ, ഞാൻ വന്നതേ ഞാൻ ജയനെ സഹായിക്കാം. ജയനെ ഈ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്താം. അത് മാത്രമല്ല, ഒരു വലിയ എമൗണ്ട് തന്ന് ജയനെയും പ്രിയയെയും ഞാൻ സെറ്റിൽ ചെയ്യിക്കുകയും ചെയ്യാം. ജയന്റെ വീട് പണി മുടങ്ങിക്കിടക്കുമല്ലേ, അത് പൂർത്തിയാക്കി ഒരു നല്ല കാറൊക്കെ വാങ്ങിച്ച് നിങ്ങൾ അങ്ങോട്ട് മാറ്. ഞാൻ അങ്ങോട്ട് വലിയൊരു ഉപകാരം ചെയ്യുമ്പോ ഒരു ചെറിയ ഉപകാരം എനിക്കും ചെയ്യണം. മാഡം പറയാൻ പോകുന്ന പ്രത്യുപകാരം എന്ന് പറഞ്ഞാൽ ആർക്കിട്ടെങ്കിലും പണി കൊടുക്കാനുള്ള മുടിഞ്ഞ ആപ്പായിരിക്കും. ഞാനൊന്നുമില്ല മാഡം, ഓടി ടെൻഷൻ അടിച്ച് വയ്യാണ്ടായി. അനന്തപിള്ള ഇലക്ഷൻ കാശെറിഞ്ഞതിന് പോലീസ് എന്നെ പ്രതിയാക്കിയിരിക്കുക. കിട്ടിയ തക്കത്തിന് ജയനും കുറെ വാരി കോരിയിട്ടുണ്ടാവും എനിക്കറിയാം. അതെ, ഈ കേസിൽ നിന്നൊക്കെ ഞാൻ മാറ്റിത്തരാന്ന് മാത്രമല്ല, ഒരു 10 ലക്ഷം രൂപ ഞാൻ തരാം. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുന്ന എന്റെ ഒരു കണക്കുകൂട്ടൽ. പോരെങ്കിൽ എന്തെങ്കിലും കൂടി കൂട്ടിത്തരാം. എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്തു തന്നാ മതി. നീ കൂടി ജയനോട് പറ. ജീവിത അവസാനം വരെ രാജുവിനെ ആശ്രയിച്ച് ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ? പ്രിയേ, പെണ്ണുങ്ങൾക്ക് വിടുപ്പ് വേണം. എന്നാലേ ജീവിതം നന്നാവൂ, എന്നാലേ അന്തസ്സോട് ജീവിക്കാൻ പറ്റൂ. ജയനാള് നല്ലവനാ, പക്ഷേ ജീവിക്കാനുള്ള ബുദ്ധിയില്ല. നീ എന്തായാലും അവനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്, എന്നിട്ട് എന്നോട് പറ.